ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡെയിൽസ് കോൺസ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോളജി ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ട പാർട്സാണ്. അപ്പോൾ ഇതെന്തായാലും വിട്ടുകളയരുത്. നമ്മുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, ഇതും കൂടി നോക്കണം. ഒരു മാർക്ക് എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഡെയിൽസ് കോൺസ് ഓഫ് എക്സ്പീരിയൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണിംഗ് മെത്തേഡ് ഈസ് കൺസിഡേർഡ് ടു ബി മോസ്റ്റ് എഫക്റ്റീവ്, ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഡെയിൽസ് കോൺസ് ഓഫ് എക്സ്പീരിയൻസിൽ പറയുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ലേണിംഗ്. നമുക്ക് പലതരത്തിലുള്ള ലേണിംഗ് അറിയാം അല്ലേ, റീഡിങ്, ഹിയറിങ്, അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ലേണിംഗ് നമുക്ക് പഠിക്കാം അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീഡിങ് ടെക്സ്റ്റ്, ലിസൺ ടു ലെക്ചർ, വാച്ചിങ് സ്റ്റിൽ പിക്ചേഴ്സ്, ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, ഇതിലേതായിരിക്കും? അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ച ഒരു കാര്യം നമ്മൾ ഒരു വട്ടം നമ്മൾ വായിച്ചിട്ടുള്ളൂ. ആ വായിച്ച കാര്യം നമുക്ക് പിന്നെയും ഒന്നും കൂടി മെമ്മറി ചെയ്തെടുക്കണമെങ്കിൽ വീണ്ടും നമ്മൾ വായിക്കേണ്ടി വരും അല്ലേ. ഒരു 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയും വായിക്കേണ്ടി വരും. എന്നാലാണ് നമുക്ക് ഓർമ്മയിൽ വരും. പിന്നെയും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം അല്ലേ. അത് നമുക്ക് ഓർത്തിരിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് PSCക്ക് എന്നെ ക്രാക്ക് ചെയ്യായിരുന്നു. നമ്മൾ വായിച്ച ഒരു കാര്യം നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓരോ ഇടവേളകളിൽ, ഇപ്പോൾ ആദ്യത്തെ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. ഇപ്പോൾ 3-ാമത്തെ ദിവസം പഠിക്കണം. അങ്ങനെ റിവൈസ് ചെയ്താൽ മാത്രമാണ് നമുക്കിതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെയിൽസ് കോൺസ് ഓഫ് എക്സ്പീരിയൻസ് അതിനൊന്ന് എത്ര പെർസെൻറ്റേജ് നമുക്ക് ഓർത്തിരിക്കാം, മെമ്മറി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ, ലിസൺ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് നമുക്ക് ഓർമ്മയിലുണ്ടാവും എന്നാണ് ഡെയിൽസ് കോൺസ് ഓഫ് എക്സ്പീരിയൻസിൽ പറയുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. അതിൽ റീഡ് എന്ന് പറയുമ്പോൾ 10% ആണ് നമുക്ക് എന്താണ് വായിച്ചിട്ട് നമുക്ക് മെമ്മറി ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് യു റീഡ്, 10% ഓഫ് വാട്ട് യു റീഡ് ചെയ്യുമ്പോൾ. ഹിയർ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുക, വാട്ട് യു ഹിയർ, എന്താണ് കേൾക്കുന്നത്, അതിൽ 20% നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇനി നമ്മൾ ടീച്ചേഴ്സ് ഇമേജസ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണിച്ചു തരുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് കാണുമ്പോൾ അത് എത്ര പെർസെൻറ്റേജ് നമുക്ക് മെമ്മറിയിലിരിക്കും? 30% നമുക്ക് ഓർമ്മയിലുണ്ടാവും. നമ്മൾ കണ്ട ഒരു കാര്യമാണ് അല്ലേ. ഇനി എക്സിബിഷൻസ് അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻസ് കാണുക അല്ലെ, വാച്ച് എ ഡെമോൺസ്ട്രേഷൻ, നമ്മൾ കാണുകയാണല്ല, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ വാട്ട് യു സീ ആൻഡ് ഹിയർ, അതിലെന്താണ് നമുക്ക് 50% നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ 50% നമുക്ക് എന്താണ് ഓർമ്മയിലുണ്ടാവും. പാർട്ടിസിപ്പേറ്റ് ഇൻ ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഡിസൈൻ കൊളാബറേറ്റീവ് ലെസൺസ്, നമ്മൾ ഡിസൈൻ ചെയ്യുക ലെസൺസ്, കൊളാബറേറ്റീവ് ലെസൺസ് ഡിസൈൻ ചെയ്യുക. അങ്ങനെയൊക്കെ വാട്ട് യു സേ ആൻഡ് റൈറ്റ്, നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്താണ് എഴുതുന്നത്, നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. നമ്മൾ തന്നെ ലെസൺസ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, കൊളാബറേറ്റീവ് ലെസൺസ്, എന്താണ് പറയുന്നത്, എന്താണ് വായിക്കുന്നത് പറയുന്നതും അതുപോലെ എഴുതുന്നതും, അതിൽ നിന്ന് നമുക്ക് എത്ര 70% നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ചെയ്ത് പഠിക്കാൻ പറയുന്നത് അല്ലേ. പിന്നെ സിമുലേറ്റ് എ മോഡൽ ഓർ എക്സ്പീരിയൻസ് എ ഫിനോമിന, ഡിസൈൻ പെർഫോം എ പ്രസൻറ്റേഷൻ, എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതെന്താണ് ഡയറക്റ്റ്ലി നമ്മൾ പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് 90% നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഡെയിൽസ് കോൺസ് ഓഫ് എക്സ്പീരിയൻസിൽ പറയുന്നത്. 90% നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളിപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയുകയാണ്. അപ്പോൾ എനിക്ക് ഈ കോടനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം എറണാകുളം ജില്ലയിലാണ് എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് പോയി കണ്ടു. അങ്ങനെ ഒരു സ്ഥലം ഞാൻ പോയി കണ്ടു. നമ്മുടെ ആനകളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അത് PSCയിൽ ചോദിച്ചപ്പോൾ എനിക്ക് ആ ഒരു മാർക്ക് എന്ന് വെച്ചാൽ ഞാനത് വായിച്ച് പഠിക്കുവാണെങ്കിൽ, റീഡ് ചെയ്യുവാണെങ്കിൽ അത് മറന്നുപോകും. നമ്മൾ കണ്ട ഒരു കാര്യം, എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണത് അല്ലേ. പോയി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എന്താണ്, അതെനിക്ക് മറക്കില്ല. ഞാൻ PSCയിൽ പഠിച്ചൊരു കാര്യമാണെങ്കിലും ഞാൻ പോയി കണ്ട കാര്യമായതുകൊണ്ട് അതൊരിക്കലും മറക്കില്ല. എനിക്കറിയാം കോടനാട് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണെന്നറിയാം. അപ്പോൾ നമ്മുടെ 90% നമ്മുടെ മെമ്മറിയിലുണ്ടാവും. അതാണ് ഇവിടെ ഡെയിൽസ് കോൺസ് ഓഫ് എക്സ്പീരിയൻസിലും പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കിയാലോ. On the basis of Dale's cons of experience, which of the following learning method is considered to be the most effective? ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള എന്താണ്? വായിക്കുമ്പോഴാണോ അതോ കേൾക്കുമ്പോഴാണോ അതോ വാച്ച് ചെയ്യുമ്പോഴാണോ? സ്റ്റിൽ പിക്ചേഴ്സ്, ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യം, അതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാരാണ് കൊണ്ടുവന്നത്? എഡ്ഗർ ഡെയിൽ എന്ന് പറയുന്ന ആളാണ്. തിയറൈസ് ദാറ്റ് ലേണേഴ്സ് റീറ്റെയിൻ മോർ ഇൻഫർമേഷൻ ബൈ വാട്ട് ദേ ഡു ആസ് ഓപ്പോസ് ടു വാട്ട് ഈസ് ഹിയർഡ്, റീഡ് ഓർ ഒബ്സർവ്ഡ്. ആളെന്താണ് പറയുന്നത്? എഡ്ഗർ ഡെയിൽ എന്താണ് പറയുന്നത്?
ഏറ്റവും കൂടുതൽ റീറ്റെയിൻ ചെയ്യുന്നത് അല്ലേ, ഇത് ഓർത്തിരിക്കാം, റീറ്റെയിൻ. നമ്മൾ മെമ്മറിയിൽ മോർ ഇൻഫർമേഷൻ വാട്ട് ദേ ഡു, നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുക. ഒപ്പോസ് ടു വാട്ട് ഈസ് ഹിയർഡ്, റീഡ് ഓർ ഒബ്സർവ്ഡ്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതിനേക്കാളും കൂടുതൽ, ഒബ്സർവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യം വാട്ട് ദേ ഡു ആണ്. ഓക്കെ, ഡെയിൽസിൻ്റെ റിസർച്ചിൽ എന്താണ് പറയുന്നത്, ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കോൺ ഓഫ് എക്സ്പീരിയൻസ്. ടുഡേ ദിസ് ലേണിംഗ് ബൈ ഡൂയിങ് ആസ് ബിക്കം നോൺ ആസ് എക്സ്പെരിമെൻ്റൽ ലേണിംഗ് ഓർ ആക്ഷൻ ലേണിംഗ്. എന്താണ് പറയുന്നത്, ആക്ഷൻ. ഇപ്പോൾ നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ് അതിന് എന്താണ് പറയുന്നത്, എക്സ്പെരിമെൻ്റൽ, നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തിയ ലേണിംഗ്, അങ്ങനെ എക്സ്പെരിമെൻ്റൽ ലേണിംഗ് ഓർ ആക്ഷൻ ലേണിംഗ് എന്നാണ് പറയുന്നത്. ഡെയിൽസ് പറയുന്ന കാര്യമാണ് കേട്ടോ അത്. Dales regarded the corn as a visual analogy to show the progression of learning experience from the concrete to the abstract. അപ്പോൾ കോൺക്രീറ്റിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്, ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം, അതാണ് എന്ത്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റീഡ് ചെയ്യുക, കേൾക്കുന്നത്, ഇതൊക്കെ നമ്മൾ റീഡ് ചെയ്യുന്നതും കേൾക്കുന്നതിനൊക്കെ എന്താണ് പറയുന്നത്, അബ്സ്ട്രാക്റ്റ് എന്നാണ് പറയുക. കോൺക്രീറ്റ് എന്ന് പറയുന്നതാണ് നമുക്കെല്ലാം ചെയ്യാം, അത് ചെയ്ത് നോക്കാനും പറ്റും, അതുപോലെ നമുക്കത് കാണാൻ പറ്റും, അതിനാണ് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് തന്നിട്ട് ഇപ്പോൾ റീഡ് എന്താണ്, റീഡ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആണോ അല്ലേ, വായിക്കുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു അബ്സ്ട്രാക്റ്റ് ആണ്, ഹിയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം തൊട്ട് എന്താണ്, റീഡ്, ഹിയർ, വ്യൂ ഇമേജസ്, ഇതെല്ലാം എന്താണ്, അബ്സ്ട്രാക്റ്റ് ആണ്. താഴെയുള്ള നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് എന്താണ്, ലോ കോൺക്രീറ്റ് എന്ന് പറയും. ലോ കോൺക്രീറ്റ്, കോൺക്രീറ്റ് എന്ന് പറയുന്നതിന് കാണാനായിട്ട് സാധിക്കുന്നതും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതിനൊക്കെയാണ് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് ലോ കോൺക്രീറ്റും ഇത് ഹൈ അബ്സ്ട്രാക്റ്റും ആണ്. അപ്പോൾ ചോദ്യത്തിൽ ഇങ്ങനെയും ചോദിക്കാം, ഇതിലൊരു ചോദ്യം ചോദിച്ചതാണ്, കറക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ടു ദ മോസ്റ്റ് ഇൻഡയറക്റ്റ് അബ്സ്ട്രാക്റ്റ് എക്സ്പീരിയൻസ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയുന്നത്, വായിക്കുന്നത്, കേൾക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇത് ചെയ്യണം. ഇതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ്, ഫീൽഡ് ട്രിപ്പ്, മോഷൻ പിക്ചർ, റേഡിയോ റെക്കോർഡിംഗ്. ഇത് നമുക്ക് ഷഫിൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് എന്ത് ആൻസർ, ഇതാണ് കേട്ടോ. കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ്, ഫീൽഡ് ട്രിപ്പ്, മോഷൻ പിക്ചേഴ്സ്, റേഡിയോ റെക്കോർഡിംഗ്. ഇതാണ് എന്തിൽ നിന്നാണ്, ഡിറക്റ്റ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ടു ദ മോസ്റ്റ് ഇൻഡയറക്റ്റ് അബ്സ്ട്രാക്റ്റ് എക്സ്പീരിയൻസ്. അബ്സ്ട്രാക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, വായിക്കുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ ഇതെന്താ, റെക്കോർഡ്, നമ്മൾ റേഡിയോ റെക്കോർഡിങ് കേൾക്കുകയല്ലേ, അപ്പോൾ ഇതെന്താണ് ഇൻഡയറക്റ്റ് അബ്സ്ട്രാക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് അബ്സ്ട്രാക്റ്റ്. അപ്പോൾ ഇതൊന്ന് എഴുതി വെച്ചോളൂ. ഇത് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഇതിങ്ങനെ കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ല, ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്, നമുക്ക് നേരിട്ട് ഉള്ള എക്സ്പീരിയൻസ് ആണ് ഇത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് കോൺക്രീറ്റ് എന്ന് പറയും. ഡയറക്റ്റ് കോൺക്രീറ്റ് തൊട്ട് ഇൻഡയറക്റ്റ് അബ്സ്ട്രാക്റ്റ് വരെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺട്രീവ്ഡ് എക്സ്പീരിയൻസ്, പിന്നെ ഫീൽഡ് ട്രിപ്പ്, മോഷൻ പിക്ചേഴ്സ്, ഇത് കഴിഞ്ഞിട്ടാണ് എന്താ റേഡിയോ റെക്കോർഡിംഗ് വരുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് താഴേന്ന് മുകളിലോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം. കറക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ടു ദ മോസ്റ്റ് ഇൻഡയറക്റ്റ് അബ്സ്ട്രാക്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ഹൈ അബ്സ്ട്രാക്റ്റ് ആണ്. താഴേക്ക് വരുന്തോറും എന്തായി, ലോ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആയി. ഇനി ടെക്സ്റ്റ് വെർബൽ സിമ്പിൾസ്. ഇപ്പോൾ റീഡ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ഓർ വെർബൽ സിമ്പിൾസ് ആണ്. ഹിയർ എന്ന് പറയുന്ന ഓഡിയോ റെക്കോർഡിംഗ് ഫോട്ടോസ് ആണ്. മോഷൻ പിക്ചേഴ്സ്, എക്സിബിറ്റ്, ഫീൽഡ് ട്രിപ്പ്, ഡിമോൺസ്ട്രേഷൻ, ഡ്രാമാറ്റിസൈഡ് എക്സ്പീരിയൻസ്, ഡയറക്റ്റ് പർപ്പസ് എക്സ്പീരിയൻസ്. ഇതാണ് ഹൈ അബ്സ്ട്രാക്റ്റിൽ നിന്നും ലോ കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് എഴുതി വെക്കണം. ഞാനിതൊന്ന് സൈഡിൽ, എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഒന്ന് സൈഡിൽ ഞാൻ എഴുതി വെച്ചതാണ്. ഇതൊന്ന് കറക്റ്റ് ഓർഡറിൽ മുകളിൽ നിന്ന് താഴേക്ക് എഴുതി വെച്ച് ഹൈ അബ്സ്ട്രാക്റ്റ് എന്നും ലോ കോൺക്രീറ്റ് എന്നും എഴുതി വയ്ക്കാം. തിരിഞ്ഞു പോകരുത് കേട്ടോ. ഹൈ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അബ്സ്ട്രാക്റ്റ് എന്നത് വായിക്കുന്നതും കേൾക്കുന്നതൊക്കെയാണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്, കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കും. അപ്പോൾ 2 പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്, അല്ല നമ്മൾ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നേരിട്ടോ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ നേരെ ഇതുപോലെ ഡയറക്റ്റ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. എന്തായാലും ഇത് HSCയുടെ എക്സാമിൽ കുറച്ചും കൂടി ടഫ് ആവാനാണ് സാധ്യത. അപ്പോൾ ടഫ് ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കണം കേട്ടോ.